ബിരിയാണി കഞ്ഞി അരി എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള ബസ്മതി റൈസാണ്. 250 ഗ്രാം അരിയുണ്ടത്. ഇത് ചിക്കൻ ചെറിയ കഷ്ണാക്കി വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. 200 ഗ്രാം ചിക്കനാണ്. ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇഞ്ചി നുറുക്കിയത് 2 ടേബിൾ സ്പൂൺ. പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നുറുക്കിയത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 5 അല്ലി എടുത്തിട്ടുണ്ട്. കളർ മാറി 3 സബോള ചെറുതായി നുറുക്കിയതും കൂടി ചേർക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള സബോളയാണ്. ഇനി 2 തക്കാളി നുറുക്കിയത്. നന്നായി വഴന്നു സോഫ്റ്റായി. 1/2 ടീസ്പൂൺ മുളക് പൊടി. ബിരിയാണി മസാലപ്പൊടിയാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പൊടികളും ചൂടാവണം. ഡ്രൈ ആയിപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അരച്ചു വെച്ച ചിക്കൻ ചേർക്കാം. ഇതിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. കഴുകി വെച്ച അരി ചേർക്കാം. പാകത്തിന് ഉപ്പിടാം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി വെള്ളം ഒഴിക്കാം. കഞ്ഞി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് വേവിക്കണം. കുറച്ചും കൂടി വെള്ളം ചേർത്തു. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇത്തിരി കൂടി വേവട്ടെ. അടച്ചിന് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റായി. ഇങ്ങനെ ഇളക്കുമ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി 1 സബോള നീളത്തിൽ അരിഞ്ഞതും കൂടി വഴറ്റാം. ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യണ പോലെ ബ്രൗൺ കളറായിട്ട് എടുക്കാം. 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിലാണ്. ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ പീസസ് മാറ്റി വെച്ചിരുന്നു. അതും കൂടി ചേർക്കാം. അരക്കണതിന് മുമ്പ് മാറ്റിയതാണ്. ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇടാം. കഞ്ഞിയിലേക്ക് ചേർക്കാം. അങ്ങനെ ബിരിയാണി കഞ്ഞി റെഡിയായി.